ഹലോ, വെൽക്കം ടു ലൈവ് ഗെയിം ഇല്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഗെയിം കളിച്ചു കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ അതിന് പരസ്പര അതിനോട് ഒരു ബന്ധമില്ലാത്ത ആൻസർ പറയണം. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് ദിവസം എടുത്തിട്ട് അന്ന് നമ്മൾ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. കളിയുടെ ആ ഒരു ഇൻട്രസ്റ്റിൽ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എടുക്കുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ അത് സക്സസ് ആയോ ഇല്ലയെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഈ വീഡിയോയിൽ വരുമ്പോൾ കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ അത് എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിമെന്ന്. അപ്പോൾ ആ ഗെയിം കാണാം, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഗെയിം ഞാൻ തുടങ്ങാൻ പോണത് മിക്കവാറും ഞാൻ തോക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. തോക്കണ കാര്യത്തിൽ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് വാച്ച് ഇതാക്കുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാനിരിക്കുന്ന ആള് ഞാൻ സാറയാണ്. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, കുളിച്ചായിരുന്നു? നാളെ എനിക്ക് ക്ലാസ്സിൽ പോകണം. ക്ലാസ്സിൽ പോ? ഏത് ക്ലാസ്? ചോറ് വെച്ചിട്ടില്ലെന്നേ. എന്താ ചോറ് വെക്കാത്ത? നാളെ ഒരു കല്യാണം ഉണ്ട്. ആരുടെ കല്യാണം? അപ്പം വെന്തിട്ടില്ലായിരുന്നു ഇന്ന്. കണ്ണില് കൺമശി എന്തല്ല? ലിപ്സ്റ്റിക്കിന്റെ ഒരു കളറും എനിക്ക് മാച്ചായിട്ട് കിട്ടി. ഏതാ ബ്രാൻഡ്? പറയണോ? വേറെ ഉത്തരം പറയാമോ? സമയം കഴിഞ്ഞു. പറഞ്ഞ പക്ഷെ ഇത് തോറ്റതാ. ഇത് ശരിക്കും തോറ്റാ? ഞാൻ തോറ്റാന്നോ? ഞാൻ ഇല്ല, വേണമെങ്കിൽ 2 മിനിറ്റ് ചോദിക്കാം. എന്നാ ചോദിക്കാം, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു തോൽവി എനിക്ക് വന്ന്. കൺമശി ചെയ്തിട്ട് നല്ല രസമുണ്ടല്ലോ. മാവ് ഉണ്ടാക്കിയിട്ട് ഇപ്പഴേ പിന്നെ ശരിയാവാറില്ല. എന്താ പത്ര പോറ? ഏത്തപ്പഴം ഉണ്ടല്ലോ, അതാണ് മൂക്കണും ഇല്ല. മാല എവിടെന്നാ? കടയിൽ പോയിട്ടാണെങ്കിൽ കടല കിട്ടുന്നില്ലെന്നേ. ഈ ഉടുപ്പ് എന്താ ഒരു ഭംഗിയില്ലേ? ഡോർഫിനോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് നേരത്തെ വന്നു, ഇന്നും എത്തിയിട്ടില്ല. എന്താ കാര്യം? എമ്മിക്കുട്ടിക്കാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ ഭയങ്കര മടി. അതെന്താ? റബേക്ക ആണെങ്കിൽ ഉണ്ടല്ലോ, നാളെ ഹോസ്പിറ്റലിൽ പോകണം ഭയങ്കര ബഹളാ. അമ്മ എപ്പോഴും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ടൈം മാത്രമാണോ ഇങ്ങനെ? പള്ളിയിൽ കുർബാനൊക്കെ പോയിട്ട് 2 ആഴ്ചയായി ശരിക്കും പറഞ്ഞ. അയ്യേ, അച്ഛനാണെങ്കിൽ എപ്പോഴും വന്ന് വീട്ടിൽ വന്ന് ചോദിക്കാണ് എന്താ വരാത്ത. ഈ ഞായറാഴ്ചയെങ്കിലും എനിക്ക് പള്ളിയിൽ പോകണം. എന്താ കാര്യം? പിന്നെ എനിക്ക് ഭയങ്കര വയറുവേദനയാണെന്നേ. ഉത്തരം ഊട്ടി. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന തോറ്റോ? ഇല്ല, ഞാൻ തോറ്റിട്ടില്ല. അമ്മ ഓൾറെഡി തോറ്റായിരുന്നു. ഞാൻ ഓൾറെഡി തോറ്റു. അപ്പൊ എന്നാ പിന്നെ ഇനി എന്നെ മാറ്റി ഡോപ്പി വരാം. ഓക്കെ അല്ലേ? ഓ, ഞാൻ ശരിക്കും തോറ്റു. എന്നാലും ഓക്കെ. അടുത്ത കണ്ടസ്റ്റന്റ് എത്തിയിരിക്കുകയാണ്. പറയട്ടെ. അപ്പൊ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ഇവിടെ റെഡിയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്ക് എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ മുട്ടി പോകണം കേട്ടോ. ഉത്തരം കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ മുട്ടരുത്. അപ്പൊ ഡോപ്പി റെഡി അല്ലേ? ഞാൻ റെഡി. പപ്പയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? ഇന്നലെയാണ് ഭയങ്കര തലവേദനയായിരുന്നു. എന്താ കാര്യം തലവേദന നിനക്ക് എപ്പോഴും ഉണ്ടല്ലോ? നാളെ കടയിൽ പോയിട്ട് സാധനം കുറച്ച് മേടിക്കാൻ. എന്തൊക്കെ സാധനം മേടിക്കാറുള്ള? അമ്മ പറഞ്ഞിട്ടാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എല്ലാം പറയാൻ. അതെന്താ? എന്റെ ക്വസ്റ്റ്യൻ അത്ര ടഫാണോ? പാവയ്ക്കൊക്കെ നല്ല കയ്പായിരുന്നു. പാവയ്ക്ക് എപ്പോ മേടിച്ചത്? അപ്പൊക്ക് മുട്ട മേടിക്കണം. മുട്ട മേടിക്കണം. അയ്യോ, റബേക്കയുടെ ഹെഡ് ബാൻഡിന്റെ കളർ എന്താ? 8 മണിയായിട്ട് എന്ത് ചെയ്യാനാ എത്ര പ്ലാൻ? അവനവൻ കുളിക്കുന്ന കുളിച്ചത് കൊണ്ട് കുളിവാർ. അതെവിടെ നിന്ന് കിട്ടിയതാ? എമ്മിക്ക് പഠിക്കാതെ നല്ല പടിയാ. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരവല്ലേ ഇപ്പൊ പറഞ്ഞത്? അമ്മ ഇന്ന് കഞ്ഞിയാണ് അമ്മ ഉണ്ടാക്കിയ. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരവല്ലേ ഇപ്പൊ താൻ പറഞ്ഞത്? അല്ലേ? എനിക്ക് കഞ്ഞിയാ ഇഷ്ടം. ഇല്ല, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരവ് താൻ പറഞ്ഞത്. ഔട്ടായി. അപ്പൊ അങ്ങനെ നിക്കണം. അപ്പൊ എന്ത് നീ എന്താ പോരാത്ത നോക്കിട്ട് നിക്കണേ? അമ്മ ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ? അതെന്താ അമ്മ ജയിക്കാത്ത? നല്ല ടെൻഷൻ ഉണ്ടോ റബേക്കക്ക്? എക്സ്പ്രഷൻ പോലെ ഉത്തരം വേണം. പാട്ട് കേൾക്കാൻ എനിക്ക് ഇഷ്ടം. ഏത് പാട്ട്? പഠിക്കണം. എന്തിനാ പഠിച്ചിട്ട്? പഠിക്കണ ഇത്ര നാളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ല. പ്രാർത്ഥിച്ചിട്ട്. ഏതാ റബേക്കയുടെ ഫേവറേറ്റ് ടീച്ചർ? കൊത്തമര എനിക്ക് ഇഷ്ടം. ഇത്രയും വൈകാൻ പാടില്ല. കൊത്തമര എന്താ ഇഷ്ടം? റബേക്കയുടെ ഫേവറേറ്റ് ഫ്രണ്ട് ഏതാ? നാളെ കാല് കാണിക്കാൻ പോണല്ലോ. കാല്? ആരെ കാല് കാണിക്കാൻ? ഇത്ര ടൈം എടുക്കാൻ പാടില്ല. ടിവിയിൽ വന്നിട്ടുണ്ടാവും എന്തിലിരുന്ന് കാണാം. എന്ത് കാണാൻ പോണ്?
റബേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഇതിന്റെ എക്സ്പ്രഷൻ മാത്രമല്ലേ ഉള്ളു. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, വേഗം എന്തെങ്കിലും പറയണം. ലൈറ്റ് കൂടെ ഓൾറെഡി ഉണ്ടല്ലോ. എന്താ കിടന്ന് വിറക്കണ്? കാല് കടിക്കണ എന്ത്? പൊളിച്ചില്ലേ? പല്ലി ചത്ത് കിടക്കണ്ട്. റബേക്കയുടെ തല നിറച്ച് എണ്ണുണ്ടല്ല. കുളിച്ചായിരുന്നു കൊറേ നാൾ കഴിഞ്ഞ്. ഇല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഭയങ്കര ലാഗ് എടുത്തിട്ടാ പറഞ്ഞത്. ഇല്ല, ഇനി എന്റെ അടുത്ത് ചോദ്യം ചോദിക്കാം. നമ്മുടെ സാറ ചേച്ചി തോറ്റു പോയത് കൊണ്ട് എമ്മിക്കുട്ടനാണെങ്കിൽ ഒന്ന് മത്സരിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനാണ് എമ്മിക്കുട്ടനോട് ചോദ്യം ചെയ്യാൻ പോണത്. ഓക്കെ അല്ലേ? എമ്മിക്കുട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയുടെ പേര് പറ. ഞാൻ ഉച്ചക്ക് കഞ്ഞി കുടിച്ചില്ല. അതെന്താ കഞ്ഞി കുടിക്കാഞ്ഞത്? എനിക്ക് സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. സ്കൂളിൽ പോകാൻ എന്തിനാ മടി? എനിക്ക് മാനത്ത് പോകണത്. എന്തിനാ മാനത്ത് പോണത്? ഞാൻ ചെരുപ്പിടാൻ മറന്നു. ചെരുപ്പിടാൻ മറന്നത് എന്താ? എനിക്ക് ബസ്സിൽ കയറണം. ബസ്സിൽ കയറണം നിനക്ക്? എനിക്കൊരു ഓട്ടോ ഓടിക്കണം. ഓട്ടോ ഓടിക്കണോ? എന്താ ഓട്ടോ ഓടിക്കാൻ അത്ര ഇഷ്ടം? എനിക്ക് അവിടെ നല്ല വെയിലുണ്ട്. ആ കറക്റ്റൊന്ന് മാറ്റിയിടണം എനിക്ക്. അയ്യോ, കറക്റ്റ് മാറ്റിയിടാൻ എനിക്ക് പോവാൻ പറ്റൂല. നീ തന്നെ പോയി മാറ്റിയിട്. എനിക്കിപ്പോൾ TV കാണാം. നിന്റെ മുടി ഇങ്ങനെ മുമ്പിലോട്ട് വീണ് കിടക്കുന്നുണ്ടല്ലോ. എനിക്കിപ്പോ പോയി വാതില് തുറന്നിട്ടിരുന്നോ ഇച്ചിരി കാറ്റ് കൊള്ളാം. ഇവിടെ ആള് പുലിയാണല്ലോ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ ഈ പല്ലിന് എന്താ പറ്റിയത്? എനിക്കിപ്പോൾ അകത്ത് പോയി എന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യേണ്ടത് മോനെ? എനിക്ക് എന്തെങ്കിലും ചെയ്യണം. മിടുക്കാണ്. അപ്പൊ ഈ സാറേനെ ഞാൻ ചോദിച്ചിരിക്കും. അതെ, സാറിനോട് ചോദിക്കുന്നത് ടോപ്പിയാണ്. ഓക്കെ, സ്റ്റാർട്ട്. സാറെങ്ങനെ മുടി ചുരുട്ടിയത്? എനിക്ക് മൂക്കൂത്തി കുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. മൂക്കൂത്തി എത്ര ഇഷ്ടമാണ്? ഇത് മുടിയുടെ കളറ് മാറ്റണമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മുടിയുടെ കളർ മൂക്കൂത്തി തമ്മിൽ ഞായറാഴ്ച ക്ലാസ്സിൽ പോകണം. ക്ലാസ്സിൽ പോകാൻ പാടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കട. നമുക്ക് ചോറില്ല. ചോറ് കറിയാത്ത ഇഷ്ടം? ഇവിടെ ഭയങ്കര നല്ല ബ്രൈറ്റ് ലൈറ്റ്. ലൈറ്റ് കുറച്ച് കുറക്കാൻ. ലൈറ്റ് കൂടുതൽ പ്രശ്നമുണ്ടാ? റബേക്ക വെറുതെ അവിടെ നിന്ന് എന്നെ കോക്കറി കാണിക്കണം. അത് റബേക്ക കോപ്പറി കാണിക്കാൻ പാടില്ല. എമ്മിയുടെ അടുത്ത് ഇരിക്കണ ഹെഡ്ഫോൺ അനുഭവിച്ചേച്ചിടെ. അവിടെ നടയില് ഈശോ ഉണ്ട്. ഈശോയുടെ അടുത്താരാണ്? നമുക്ക് വേളാങ്കണ്ണി പോയിട്ട് കുറെ നാളായി. വേളാങ്കണ്ണി അടുത്തുള്ള ആളാണ് ഈശോയുടെ അടുത്തേക്കുന്നത്. ആരാണ്? എനിക്ക് മുംബൈയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. മുംബൈയിൽ ഈ പറഞ്ഞ ആളില്ല. ആ ബുക്ക് ഷെൽഫിന്റെ അകത്ത് അമ്മയുടെ കുറെ ബുക്സ് ഉണ്ട്. ഏതൊക്കെ ബുക്കാണ്? എനിക്ക് ഇംഗ്ലീഷിന്റെ സെമിനാർ ഉണ്ട്. അമ്മക്ക് പുതിയ യോഗ മാറ്റ് കിട്ടി. എനിക്ക് വേഗം പോയി കുളിക്കണം. എന്നിട്ട് എനിക്ക് വേഗം പോയി കിടന്ന് ഉറങ്ങണം. എനിക്ക് നാളെ പാസ്ത തിന്നാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. നാളെ രാവിലെ നേരത്തെ എണീച്ചിട്ട് പഠിച്ചു തുടങ്ങണം. നാളെ റബേക്ക എവിടെയോ പോണെന്ന് പറയണ്ടായി. അവിടെ ആ ഷെൽഫിന്റെ അകത്ത് ഒരു ബർത്ത്ഡേ ഹാറ്റ് ഇരിപ്പുണ്ട്. ഈ ബ്രൈറ്റ് ലൈറ്റ്സിൽ ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാനായിട്ട് നാളെ ഫോട്ടോ എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ അമ്മ എന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വേഗം പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലെ എണീച്ച് പള്ളിയിൽ പോവാം. ഈ ഫോണിന്റെ ചാർജ് ഇപ്പൊ തീരും. ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ ഗെയിം? ഇഷ്ടമായോ? അപ്പൊ നാളെ അടുത്ത വിശേഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിം ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.